ബോസിനെതിരായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് പ്രേക്ഷകരുടെ വോട്ടിന്റെ ബേസിസിൽ മാത്രം നടക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. ചിലപ്പോൾ പി ആറുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ വോട്ട് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കാം ഒരു പരിധി വരെയൊക്കെ. അതിനപ്പുറം ജെന്യുവിൻ ആയിട്ടുള്ള ഓഡിയൻസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഈ ഷോയിൽ ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റൂ. മേക്കേഴ്സ് ഗെയിമിന് ആവശ്യമെന്ന് തോന്നുന്ന ചില മത്സരാർത്ഥികളെ ചിലപ്പോൾ പല ഉടായ്പ പരിപാടികളും കാണിച്ച് അവിടെ നിർത്താൻ നോക്കും. ടാസ്കുകൾ കൊടുത്ത് രക്ഷിക്കാം. ഇപ്പൊ ഈ സീസണിലാണെങ്കിൽ പവർ ടീമിലിട്ട് രക്ഷിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആക്കി രക്ഷിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എവിക്ഷൻ വയ്ക്കാതെ രക്ഷിക്കാം. പക്ഷേ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരിക്കലും ഒരാളെ പുറത്താക്കില്ല. വോട്ട് ഏറ്റവും കുറവുള്ള ആള് തന്നെയായിരിക്കും ഓരോ ആഴ്ചയിലും പുറത്താവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വെള്ളം ചേർക്കാൻ ഏഷ്യാനെറ്റോ ബിഗ് ബോസോ ഒരിക്കലും ശ്രമിക്കില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഇന്റർനാഷണൽ ഫോർമാറ്റിലുള്ള ഷോ ആണ്. അപ്പൊ അത് കേരളത്തിൽ മലയാളികൾക്ക് അടുത്ത് വരുമ്പോൾ അതിന് വേറൊരു രീതിയൊന്നും എടുക്കാൻ പറ്റില്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ടാസ്കുകൾ മാറ്റാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും ആ കൾച്ചറിനോട് ഇണങ്ങുന്ന തരത്തിലുള്ള ടാസ്കുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ കണ്ടസ്റ്റന്റിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിയമങ്ങൾ വെക്കാനോ ഒക്കെ ശ്രമിക്കാം. പക്ഷെ അതിന്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ട് ഈ ഒരു ഷോയ്ക്ക്. അതിലൊരിക്കലും വെള്ളം ചേർക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മളിപ്പോൾ ഭരണഘടനയുടെ ആമുഖം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് തിരുത്താൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഷോയ്ക്കകത്ത് വോട്ടിങ്ങിന്റെ ബേസിസിൽ മാത്രമേ എവിക്ഷൻ നടക്കൂ എന്നുള്ളത്. അതൊരിക്കലും ഇതിനകത്ത് വെള്ളം ചേർക്കുകയേ ഇല്ല മേക്കേഴ്സ്. അപ്പോൾ ഇതൊരു ഗെയിം ഷോ ആണ്. ഈ ആഴ്ചയിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഗബ്രി പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വോട്ടിന്റെ ബേസിസിൽ തന്നെയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരിക്കലും ഗബ്രിയെ പുറത്താക്കില്ല, സേവ് ചെയ്യുമെന്നൊക്കെ. അങ്ങനെ അല്ല. ഇതിനേക്കാളും സ്ട്രോങ് പ്ലേയേഴ്സ് പല സീസണുകളിൽ പുറത്തു പോയിട്ടുണ്ട്. ഈ സീസൺ 4 ഡെയ്സി ഡേവിഡൊക്കെ എന്ന് പറയുന്നത് അവസാനം വരെ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, പുറത്തു പോയില്ലേ. അതുപോലെ കുട്ടി അഖില് പുറത്തു പോയില്ലേ. അതുപോലെ സ്ട്രോങ് പ്ലേയേഴ്സ് പല സീസണുകളിലും. രഞ്ജിനി ഹരിദാസ് മോശമായിട്ടാണോ ഫസ്റ്റ് സീസണിൽ പുറത്തു പോയത്? എന്ത് കിടിലം പ്ലെയർ ആയിരുന്നു, എന്ത് സ്ട്രോങ് ആയിരുന്നു അവര്. പക്ഷെ പുറത്തുപോയി. കാരണം പ്രേക്ഷകരുടെ പിന്തുണ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇനി എത്ര സ്ട്രോങ് എന്ന് പറഞ്ഞാലും എത്ര ഭയാനകമായ ഗെയിം അവിടെ പോയി കളിച്ചാലും ഓഡിയൻസിന് ഇഷ്ടപ്പെടണം. ചിലപ്പോൾ കരഞ്ഞുകൊണ്ടൊരു മൂലയിൽ പോയി ഇരിക്കുമായിരിക്കും, പക്ഷെ ആളുകൾക്ക് സഹതാപം തോന്നി നിങ്ങൾക്ക് വോട്ട് വീണ നിങ്ങൾ സക്സസ് ആയി അവിടെ. അപ്പോൾ ഈ ഷോയ്ക്കകത്ത് അതും ഒരു ഫാക്ടറാണ്. അപ്പൊ നമ്മൾ വലിയ ഗെയിമർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പ്രേക്ഷകരുടെ പിന്തുണ ഉറപ്പുവരുത്തണം. അപ്പൊ ഇത്തരത്തിലുള്ള ഷോക്കിംഗ് എവിക്ഷൻസ് ബിഗ് ബോസിന്റെ ആദ്യ സീസൺ തൊട്ട് നടന്നിട്ടുണ്ട്. ആദ്യ സീസൺ തൊട്ട്. കഴിഞ്ഞ സീസണിൽ വിഷ്ണു പുറത്തായില്ലേ? ടോപ്പ് 5 എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് നമ്മൾ എല്ലാവരും. പക്ഷേ വിഷ്ണു പുറത്തായില്ലേ? സ്ട്രോങ് പ്ലെയർ ആയിരുന്നല്ലോ സീസണിൽ. അതുപോലെ തന്നെയാണ് തേർഡ് സീസണിൽ സ്ട്രോങ് പ്ലെയേഴ്സ് പുറത്തായിട്ടില്ലേ? സീസൺ 2 പുറത്തായിട്ടില്ലേ? അതുപോലെ സീസൺ 1 ഞാൻ ഒരു എക്സാമ്പിൾ ആണ് രഞ്ജിനിയുടെ കാര്യം പറഞ്ഞത്. അപ്പൊ അതുപോലെ എത്രയോ സീസണുകളിൽ സ്ട്രോങ് പ്ലെയേഴ്സ് പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗബ്രി പുറത്തായിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷക പിന്തുണയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഷോയുടെ റിവ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് അരിയാണ് കഞ്ഞിയാണ് എന്നൊന്നും പറഞ്ഞിട്ടല്ല. ഞാൻ ഏഷ്യാനെറ്റിനെയും ബിഗ് ബോസിനെയും ഒക്കെ വിമർശിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും ചാനലിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു കാരണം വേണം വിമർശിക്കാൻ. നമ്മുടെ മുമ്പിൽ എവിഡൻസ് വേണം. ഇന്ന് വരെയും പ്രേക്ഷകരുടെ വോട്ടിങ്ങിനെ അവർ അട്ടിമറിച്ചിട്ടില്ല. മാക്സിമം വന്നാൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ അസൾട്ട് നടക്കുമ്പോൾ അവിടെ നിർത്തണോ വേണ്ടതെന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാം. റോബിന്റെ സീസണിൽ അവർ പുറത്താക്കി, അഖിൽമാരാറിന്റെ സീസണിൽ അവിടെ നിർത്തി. അപ്പൊ അങ്ങനെ അതൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വീക്കിൽ ഒരാൾക്ക് ഇപ്പോൾ വോട്ടിംഗ് ഒരു 5 പേരുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ മേക്കേഴ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് വോട്ട് കുറവാണെങ്കിൽ പുറത്താക്കിയേ പറ്റൂ. അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ നിർത്തിയേ പറ്റൂ വോട്ടുണ്ടെങ്കിൽ. അതാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത്. പ്രേക്ഷകർക്ക് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ വോട്ടുകൾക്ക് വാല്യൂ ഉണ്ട്. ആ കാര്യത്തിൽ ബിഗ് ബോസ് ഒരിക്കലും വെള്ളം ചേർക്കില്ല. അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണെന്ന് അവർക്കറിയാം. ഈ ഷോ നിലനിൽക്കുന്നത് ഓഡിയൻസിന്റെ ട്രസ്റ്റ് കിട്ടുന്നതുകൊണ്ടാണ്. ആ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ബിഗ് ബോസും ടീമും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ പുറത്താക്കൽ തീർച്ചയായിട്ടും വളരെ ഷോക്കിംഗ് ആണ്, ബട്ട് എക്സ്പെക്റ്റഡുമാണ്. നമ്മൾ പുറത്താകില്ല, ഗബ്രി എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിന്ന് ടോപ്പ് 5 വരെ പോകുമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. പക്ഷേ പുറത്തായിരിക്കുകയാണ്. ബിഗ് ബോസ് ഒരു പരിധി വിട്ട് സേവ് ചെയ്യില്ല ഗബ്രിയെ. ഇപ്പോ പവർ ടീമിൽ നിന്നാണെങ്കിലും ബിഗ് ബോസ് ആണ് ഗബ്രിയെ പുറത്തിറക്കിയത്. ഇതൊന്നും ആരും പറയില്ല, ആരും കാണില്ല. പവർ ടീമിനകത്ത് ഗബ്രി അങ്ങ് നിന്ന് പോയെന്ന് വിചാരിച്ചാൽ പോരെ ബിഗ് ബോസിന്? എന്തിനാണ് ധൃതി പിടിച്ച് 2 പേരെ പുറത്താക്കി പകരം 2 പേരെ കയറ്റിയത്? അപ്പോൾ ഗബ്രിയെ ജനവിധിക്കായിട്ട് എടുത്ത് ഇട്ടുകൊടുത്തത് തന്നെ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന് അറിയാം അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഗബ്രിയും വന്നേക്കാം. അറിഞ്ഞുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്തു? വരുന്നെങ്കിൽ വരട്ടെ, ജനവിധിക്കായിട്ട് എടുത്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനം അവിടെ എടുത്ത് വെച്ചത്. അവിടെ വേണമെങ്കിൽ അത് തിങ്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാതെ ഗബ്രിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഗബ്രി എന്ത് ചെയ്തു? ജനവിധി തേടി ഇപ്പോൾ പുറത്തായി. അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.